ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കസർ. ഞാൻ അനുവാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്, ചിക്കൻ ഹണ്ടി. നമുക്കിന്നതൊരു നാടൻ ചട്ടിയിൽ ഉണ്ടാക്കി നോക്കിയാലോ? എന്നാൽ നമ്മളങ്ങ് തുടങ്ങുമല്ലേ? ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വലിയ സൈസ് തക്കാളി, 2 മീഡിയം സൈസുള്ള 2 ഉള്ളി, ഒരു 7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു മീഡിയം സൈസ് ജിഞ്ചർ, ഒരു 6 പച്ചമുളക്. ഇതൊക്കെയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുക്കിംഗ് ക്രീം, കസൂരി മേത്തി ലീഫ്. കസൂരി മേത്തി എന്ന് വെച്ചാൽ ഡ്രൈഡ് ആയിട്ടുള്ള ഉലുവയുടെ ഇലയാണ്. പിന്നെ കുറച്ച് ജീരകം, പിന്നെ മല്ലി. ഇത്രയാണ് വേണ്ടത്. ഞാനിവിടെ 1 സ്പൂൺ ജീരകവും 2 സ്പൂൺ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. അധികം പൊടിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിയുടെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗാർലിക്കും ജിഞ്ചറും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ജീരകവും മല്ലിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എരിവിൽ മാറ്റം വരുത്താം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വാഷ് ചെയ്യുമ്പോൾ ഞാനിത് ഏകദേശം ഒരു 15 മിനിറ്റ് വിനെഗറിയിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വിനെഗറിയിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാൻ നല്ലതാണ്. കൂടാതെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും ചിക്കൻ. ഇതിലേക്ക് നമുക്ക് ഹോട്ട് വാട്ടർ ആഡ് ചെയ്യാം. ഹോട്ട് വാട്ടർ തന്നെ ആഡ് ചെയ്യണം, തണുത്ത വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. തണുത്ത വെള്ളം ആഡ് ചെയ്താൽ കറീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നന്നായി വെന്തതിന് ശേഷം കട്ട ഉടച്ച ഒരു 4 ടേബിൾ സ്പൂൺ തൈര് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ജീരകവും മല്ലിയും ബാക്കി ഉള്ളത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മെയിൻലി ഈ ചിക്കൻ ഹണ്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ ക്രീമും പിന്നെ ഈ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയും പിന്നെ ഈ കസൂരി മേത്തി ലീഫുമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ജിഞ്ചറും പിന്നെ ഗ്രീൻ ചില്ലി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹണ്ടി റെഡി ആയിട്ടുണ്ട്.